നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ പ്രൊസീഡർ ഡീറ്റെയിൽ ആയിട്ട് ലെക്ചർ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി തിയറിറ്റിക്കൽ ഫോക്കസ് ആയിരുന്നെങ്കിൽ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൻ്റെ ഒബ്ജക്റ്റീവ് പേപ്പർ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഫ്രീ PDF നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെലിഗ്രാം ചാനൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കാനുള്ളത്, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഡിസ്ക്രിപ്റ്റിൻ്റെ ഒരു പെയ്ഡ് മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആസ് ഓഫ് നൗ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് PDF നോട്ട്സും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റിൻ്റെ യൂട്യൂബിലുള്ള ക്ലാസ്സുകളുമാണ്. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുമ്പോഴേക്കിന് ഇന്ന് നമ്മൾ പ്രൊസീഡർ ആൻസർ റൈറ്റിംഗ് ഡിസ്കഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ആൻസർ റൈറ്റിംഗ് എക്സസൈസിലെ ഒരു പ്രിസി നിങ്ങൾക്ക് ആദ്യം ഇവിടെ തരുന്നതായിരിക്കും. പ്രാക്ടീസ് ചെയ്യാൻ എന്ന രീതിയിൽ ആ ഒരു പ്രിസിയുടെ PDF ഞാൻ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെയും റെഫർ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്ക് മനസ്സിലായി എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ആ ഒരു പ്രിസി അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് കുറച്ചും കൂടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പ്രിസി അറ്റംപ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു പ്രിസി ക്വസ്റ്റ്യൻ തരും. അതിനുശേഷം നിങ്ങളെപ്പോലുള്ള ആസ്പിറൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആൻസർ റൈറ്റിംഗ് കോപ്പീസിൻ്റെ ഒരു ഇവാലുവേഷൻ പോലെ അതിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് ആൻസർ റൈറ്റിംഗിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നമ്മുടെ ഒരു കറക്ഷനിൽ നമ്മൾ പ്രധാനമായും കണ്ടുവന്നിട്ടുള്ള മിസ്റ്റേക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള 2-3 ആൻസർ കോപ്പീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രിസി ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് റെഫർ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ വാലുവേഷനിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മിസ്റ്റേക്സുകളാണ്. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് വെയ്ഗ് ആയിട്ടുള്ള ടൈറ്റിൽ പല തരികയുണ്ടായി. നമുക്കറിയാം മൈഗ്രന്റ് വർക്കേഴ്സിനെ പറ്റിയിട്ടായിരുന്നു നമ്മുടെ ആ ഒരു പ്രിസിയുടെ പാസേജ്. സോ അത് ചുരുക്കി എഴുതുമ്പം ആ ഒരു പാസേജിൽ കൊടുത്തിട്ടുള്ള കണ്ടന്റ് ആണ് നിങ്ങൾ 1/3 ആയിട്ട് പാരഫ്രൈസ് ചെയ്ത് വരേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു പാസേജിൽ കൊടുത്തിട്ടുള്ള ഐഡിയ കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു ടൈറ്റിലും ആവശ്യമാണ്. സോ ഈ ഒരു വേഗ് ടൈറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത് പല കുട്ടികളും ആ ഒരു പാസേജിന്റെ എക്സാക്ട് മീനിങ് അല്ല, ജസ്റ്റ് ഒരു വളരെ ജനറിക് ആയിട്ടുള്ള ടൈറ്റിലാണ് തന്നിട്ടുള്ളത്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ മൈഗ്രന്റ് വർക്കേഴ്സ് ഓഫ് കേരള അല്ലെങ്കിൽ ജസ്റ്റ് മൈഗ്രന്റ് വർക്കേഴ്സ്, അങ്ങനെയൊക്കെയാണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു പാസേജിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മൈഗ്രന്റ് വർക്കേഴ്സ് കേരളത്തിൽ വരുന്ന കാര്യങ്ങളും എന്തുകൊണ്ടാണ് അവരെങ്ങോട്ട് വരുന്നത്, അവർ ഈ ഒരു ഫ്ലോ കാരണം ഉണ്ടാകുന്ന കുറച്ച് ചലഞ്ചസ്, അതെങ്ങനെ സോൾവ് ചെയ്യാം, അത് സോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു ഔട്ട്ലൈനാണ് അവർ പാസേജിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥം കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ടൈറ്റിലായിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പം മൈഗ്രന്റ് വർക്കേഴ്സ് ഓഫ് കേരള, ചലഞ്ചസ് ആൻഡ് സൊല്യൂഷൻസ്. മറ്റൊരു ഓപ്ഷനായിട്ട് കൊടുക്കാവുന്നത് ടാക്ലിംഗ് മൈഗ്രന്റ് വർക്കർ ക്രൈസിസ് ഇൻ കേരള. മറ്റൊരു ഓപ്ഷനായിട്ട് കൊടുക്കാവുന്നത് ക്രിയേറ്റിംഗ് എ മൈഗ്രന്റ് ഫ്രണ്ട്ലി കേരള. അങ്ങനെ പല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ടൈറ്റിൽ കൊടുക്കുക. അടുത്തതായിട്ട് ഒരു മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ആണ്. ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് എസ്പെഷ്യലി ജസ്റ്റ് വേർഡ് ബൈ വേർഡ് ആയിട്ടല്ല, ആ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പ്രിസി അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം പ്രൂഫ് റീഡ് ചെയ്യുക, ഒന്നും കൂടെ വായിച്ച് നോക്കുക. ഓരോ സെൻറ്റൻസും നിങ്ങൾ ഉദ്ദേശിച്ച ഒരു അർത്ഥം കൺവേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഒന്നാമത്തെ ഒരു മിസ്റ്റേക്കായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ ലെങ്തി ആയിട്ടുള്ള സെൻറ്റൻസ്, എസ്പെഷ്യലി കൺക്ലൂഷനിൽ വളരെ ലെങ്തി ആയിട്ടുള്ള സെൻറ്റൻസുകൾ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. അങ്ങനെ സെൻറ്റൻസ് നമ്മളെപ്പോഴും സിമ്പിൾ സെൻറ്റൻസസ് ഇപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള കോംപ്ലക്സ് സെൻറ്റൻസ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളായിട്ട് ബ്രേക്ക് ചെയ്യുക. അതാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ജസ്റ്റ് ഒരു പ്രിസിയിൽ കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തൊരു പ്രിസിയാണ്, നമ്മളൊരു ആസ്പിറൻ്റ് അറ്റംപ്റ്റ് ചെയ്തൊരു പ്രിസിയാണ്. ടൈറ്റിലൊന്നും കുഴപ്പമില്ല, ലേബർ മൈഗ്രേഷൻ ടു കേരള, ചലഞ്ചസ് ആൻഡ് സൊല്യൂഷൻസ്. നമ്മൾ ആ പാസേജിൽ കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളും കുഴപ്പമില്ലാത്ത രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രിസിയിലുള്ള ഒരു മിസ്റ്റേക്കായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പ്രിസിയിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്, ഈ ഒരു പ്രിസി ഒന്ന് വായിച്ചു നോക്കി. The influx of migrant workers in Kerala is posing a lot of challenges that need immediate attention. Proper identification is required for tackling security risk as well as providing services to migrant laborers. ഇതുവരെ വലിയ കുഴപ്പമില്ല. അതിനുശേഷമുള്ള ഈ സെൻറ്റൻസ് വായിച്ചു നോക്കി. Long-term steps such as enforcement of strong labor laws, skill development of migrants, spreading awareness among migrants and locals should be taken for facilitating the integration in society, which is essential for fostering communal harmony and upholding the legacy of a progressive and inclusive Kerala. So ഫോർത്ത് ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു സെൻറ്റൻസ് അവസാനം വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത്രയും ലോങ് ആയിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇത് തന്നെ ഒരു 3-4 സെൻറ്റൻസ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നാലാമത്തെ മിസ്റ്റേക്ക് നമുക്ക് നോക്കാം.
വേർഡ് ലിമിറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്, പല കുട്ടികൾക്കും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. 240 വേർഡ്സിൻ്റെ ഒരു പാസേജ് 1/3 ആയിട്ട് ചുരുക്കുമ്പോഴേക്കിന് 80 വേർഡ്സ് ആണ് അതിൻ്റെ ലിമിറ്റ്. ഒരു 80 വേർഡിൽ ചുരുക്കേണ്ട ഒരു പ്രസ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിൽ പോലും മാക്സിമം 85 വരെ പോകാം. അതിൻ്റെ മുകളിൽ നിങ്ങളുടെ വേർഡ് ലിമിറ്റ് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. കാര്യം പ്രിസിയിൽ കറക്റ്റായിട്ട് 1/3 ആയിട്ട് ചുരുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു വേർഡ് ലിമിറ്റ് നോക്കാൻ വേണ്ടി ഒരുപാട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കരുത്. പക്ഷേ എങ്കിൽ പോലും ഒരു 85ക്കുള്ളിൽ ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത മിസ്റ്റേക്ക്, ചില കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്യുമ്പം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ കൺവേ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു പോയിന്റുകൾക്കൊരു കണക്ഷൻ ഇല്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രിസിയുടെ ലെക്ചർ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആ ഒരു കൊഹഷൻ എപ്പോഴും ഉണ്ടാകണം. ആ ഒരു കൊഹഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രാൻസിഷൻ വേർഡ്സ്, കണക്റ്റിംഗ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിലൊരു മോഡൽ പ്രിസി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴേക്കിന് വളരെ കറക്റ്റായിട്ട് അതെങ്ങനെ യൂസ് ചെയ്യാമെന്നത് നമ്മൾ കാണിച്ചു തരാം. മറ്റൊരു മിസ്റ്റേക്ക് നമ്മൾ കണ്ടിട്ടുള്ളത്, ഇപ്പം പാസേജിൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പം 3-4 പാരഗ്രാഫ് ആയിരിക്കും എന്ന് വെച്ച് നമ്മൾ എഴുതുന്ന പ്രിസി നമ്മൾ 3-4 പാരഗ്രാഫായിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യരുത്. അത് മാർക്ക് പോകുന്ന ഒരു കാര്യമാണ്. പ്രിസി എപ്പോഴും ഒറ്റ പാരഗ്രാഫിൽ നമ്മൾ എഴുതണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നിങ്ങൾ മിസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ്. ഈ മൈഗ്രൻ്റ് വർക്കേഴ്സ് എന്തുകൊണ്ടാണ് കേരളത്തിൽ വരുന്നത് എന്ന് നമ്മൾ പാസേജിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ലൈനിൽ ആ ഒരു പോയിന്റും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണമായിരുന്നു. ചില കുട്ടികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ചില കുട്ടികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പല കുട്ടികളും മിസ് ചെയ്ത് പോയ ഒരു പോയിന്റാണ്. പ്രോപ്പറായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് പോസ് ചെയ്യുന്ന സെക്യൂരിറ്റി റിസ്കുകളുണ്ടല്ലോ, അത് പാസേജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചില ആൻസർ കോപ്പീസിൽ അത് മെൻഷൻ ചെയ്യാതെ പോയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, പല കുട്ടികളും മിസ് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് പാരഗ്രാഫിൽ കുറേ കൂടെ മൈഗ്രൻ്റ് ഫ്രണ്ട്ലി ആയിക്കൊണ്ട് ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം എന്ന രീതിയിലുള്ള ഒരു ഐഡിയ കൺവേ ചെയ്യുന്നുണ്ട്. ആ ലാസ്റ്റ് പാരഗ്രാഫിലെ ഐഡിയ ഒരു കൺക്ലൂഡിങ് സെൻറ്റൻസ് എന്ന രീതിയിൽ ഒറ്റ സെൻറ്റൻസിൽ നമ്മുടെ ഒരു പ്രൊസീജിയർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. കുട്ടികളും ആ ഒരു ലാസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുകയുണ്ടായി. അത് പാടില്ല. ഒരു 1 ലൈനായിട്ട്, ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ആ ഒരു ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള ഐഡിയ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുവരെ വാല്യുവേറ്റ് ചെയ്ത ആൻസർ കോപ്പീസിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള 1-2 ആൻസർ കോപ്പീസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. ആ ഒരു ആൻസർ കോപ്പീസും കൂടെ വായിച്ച് നോക്കുമ്പോഴേക്കിന് നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് മിസ്റ്റേക്കിലാണ് കമ്മിറ്റ് ചെയ്തതെന്ന് കുറച്ചും കൂടെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. അപ്പം നമ്മുടെ ഒരു ഗ്രേഡിംഗ് ഇൻഫോ എന്ന് പറയുന്നത് A+A, B, C, D, E. ഈ ഒരു ആൻസർ കോപ്പി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ലെങ്തി സെൻറ്റൻസിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആൻസർ കോപ്പിയാണ്. ഇതിന് B ഗ്രേഡാണ് കിട്ടിയത്. പ്രധാനപ്പെട്ട ഐഡിയാസ് കുറേയൊക്കെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ലോങ് സെൻറ്റൻസസ് ഒരു നെഗറ്റീവ് ഫാക്ടറാണ്. അതൊക്കെ കാരണമാണ് ഗ്രേഡ് B കിട്ടിയത്. ഗുഡ് ബട്ട് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. മറ്റൊരു ആൻസർ കോപ്പി നമുക്ക് നോക്കാം. വളരെ നല്ല രീതിയിൽ ഇതൊരു ആൻസർ കോപ്പിയാണ്. ഇതിലാകെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ ടൈറ്റിൽ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആക്കി എടുക്കാമായിരുന്നു. ഇപ്പം മൈഗ്രൻ്റ് ക്രൈസിസ് ഇൻ കേരള, അതിന് പകരം ടാക്ലിംഗ് മൈഗ്രൻ്റ് ക്രൈസിസ് ഇൻ കേരള എന്ന് പറഞ്ഞ് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവുമായിരുന്നു. ബാക്കി എല്ലാ രീതിയിലും ഈ ഒരു പ്രസി വളരെ നല്ല രീതിയിൽ എഴുതിയൊരു പ്രസിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. കേരള ഈസ് എക്സ്പീരിയൻസിങ് ആൻ അൺപ്രസിഡന്റൽ ഫ്ലോ ഓഫ് മൈഗ്രൻ്റ് വർക്കേഴ്സ്. Better opportunities, higher wages and declining young workforce in Kerala are major reasons. So ആദ്യത്തെ 2 സെൻറ്റൻസിൽ ഈ മൈഗ്രൻ്റ് വർക്കേഴ്സിന് ഫ്ലോയെ പറ്റി പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അവർ കേരളത്തിലേക്ക് വരുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ബട്ട് ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മാപ്പിംഗ് സെക്യൂരിറ്റി റിസ്ക് ആൻഡ് ക്ലാഷസ് വിത്ത് ലോക്കൽസ് ആർ ഒക്കറിങ്. പ്രോപ്പറായിട്ടുള്ള മാപ്പിംഗ് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഇഷ്യൂസിനെ പറ്റിയിട്ടാണ് അടുത്ത ലൈനിൽ പറയുന്നത്. അതിനുശേഷമുള്ള സെൻറ്റൻസിൽ പറയുന്നത് അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള പ്രൈമറി സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ, ഇംപ്രൂവിങ് ലിവിങ് കണ്ടീഷൻസ്, ഇനീഷ്യേറ്റീവ്സ് ലൈക്ക് ഡിക്ലെയറിംഗ് മൈഗ്രൻ്റ് വർക്കേഴ്സ് ആസ് ഗസ്റ്റ് വർക്കേഴ്സ് ആൻഡ് ഹൗസിംഗ് സ്കീംസ് ആർ പ്രൈമറി സ്റ്റെപ്സ്. സോ ഈ ഒരു സെൻറ്റൻസ് ഒന്നും കൂടെ വായിച്ചേ. പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ, ഇംപ്രൂവിങ് ലിവിങ് കണ്ടീഷൻസ്, ഇനീഷ്യേറ്റീവ്സ് ലൈക്ക് ഡിക്ലെയറിംഗ് മൈഗ്രൻ്റ് വർക്കേഴ്സ് ആസ് ഗസ്റ്റ് വർക്കേഴ്സ് ആൻഡ് ഹൗസിംഗ് സ്കീംസ് ആർ പ്രൈമറി സ്റ്റെപ്സ്. ഇതിലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലായോ? വളരെ നല്ല രീതിയിൽ ചെയ്തൊരു പ്രസിയാണിത്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ട്രാൻസിഷനെ പറ്റി നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കൊഹഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഒരു ട്രാൻസിഷനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇതിന് മുമ്പത്തെ സെൻറ്റൻസിൽ പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് അടുത്ത സെൻറ്റൻസ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ സ്റ്റെപ്പ് ഫോർ വാട്ട്, എന്ത് അവോയ്ഡ് ചെയ്യാനുള്ള സ്റ്റെപ്പാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ജസ്റ്റ് പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ, ഇംപ്രൂവിങ് ലിവിങ് കണ്ടീഷൻസ്, ഡിക്ലെയറിംഗ് മൈഗ്രൻ്റ് വർക്കേഴ്സ്, ഗസ്റ്റ് വർക്കേഴ്സ്,
ഹൗസിംഗ് സ്കീംസ് ആ പ്രൈമറി സ്റ്റെപ്സ് എന്തിനു വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണെന്ന് അത് പറയുന്നില്ല. പോയിന്റ് വളരെ കറക്റ്റ് ആണ്, പക്ഷെ എന്ത് അഡ്രസ് ചെയ്യാനുള്ള സ്റ്റെപ്പാണെന്ന് പറയുന്നില്ല. ജസ്റ്റ് ഒരു 3 വേർഡും കൂടെ ആഡ് ചെയ്താൽ മതി. ആ പ്രൈമറി സ്റ്റെപ്സ് ടു അഡ്രസ് ദോസ് ചലഞ്ചസ്, അല്ലെങ്കിൽ ഈ സെന്റൻസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇൻ ഓർഡർ ടു അഡ്രസ് ദോസ് ചലഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ എഴുതിയാൽ മതി. ആ ഒരു കണക്ഷൻ ഈ ഒരു പർട്ടിക്കുലർ സെന്റൻസിൽ ഇല്ല, അതൊരു പ്രശ്നമാണ്. പക്ഷെ ബാക്കി എല്ലാം കൊണ്ടും ഈ ഒരു പ്രസി വളരെ നല്ല രീതിയിൽ എഴുതിയൊരു പ്രസിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രസിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ 2 സെന്റൻസുകളുണ്ടല്ലോ, അത് കമ്പൈൻ ചെയ്ത് ഒറ്റ സെന്റൻസ് ആയിട്ട് എഴുതാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പം കുറച്ചും കൂടി വേർഡ്സ് കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അടുത്ത പ്രസിൽ അത് കുറേയും കൂടെ ബെറ്റർ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാനത്തെ കുറച്ച് ഭാഗം കൂടെ നോക്കി. പിന്നീട് ലോങ് ടേം സൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലോങ് ടേം സൊല്യൂഷൻസ് ഇൻക്ലൂഡ് സ്ട്രെങ്തനിങ് ലേബർ ലോസ്, പ്രൊമോട്ടിംഗ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് റേസിംഗ് അവയർനെസ് അബൌട്ട് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ബൈ ടേക്കിംഗ് ദീസ് മെഷേഴ്സ് കേരള ക്യാൻ ബ്രിങ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്. ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള ഐഡിയയും ഇതിൽ കൺവേ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രസിംഗ് നമുക്ക് നോക്കാം. ദ മൈഗ്രന്റ് വർക്കേഴ്സ് ഓഫ് കേരള. ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു പ്രസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്രയും സ്പേസ് വിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതിലും ടൈറ്റിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ജനറിക് ആയിട്ടുള്ള ടൈറ്റിലാണ്. ബാക്കിയുള്ള കണ്ടന്റ് വളരെ നല്ല രീതിയിൽ ചെയ്തൊരു പ്രസിയാണ്, പക്ഷേ ടൈറ്റിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. മോർ മൈഗ്രന്റ് വർക്കേഴ്സ് കം ടു കേരള ഡ്യൂ ടു ഡിക്ലൈനിങ് യങ് വർക്ക് ഫോഴ്സ് ആൻഡ് ഹൈ വേജസ് ഇൻ ദ സ്റ്റേറ്റ്. ഈ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ മൈഗ്രന്റ് വർക്കേഴ്സ് വരുന്ന കാര്യവും അവർ എന്തുകൊണ്ടാണ് വരുന്നതെന്നും വളരെ കൺസൈസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കണക്ട് ചെയ്തുകൊണ്ട് അവർ ഇഷ്യൂസ് പറയുകയാണ്. But improper identification and substandard settlements of these migrant workers lead to social tensions and security risks in society. ഈ ക്ലാഷുകളെ പറ്റിയിട്ടും പ്രോപ്പറായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന സെക്യൂരിറ്റി റിസ്കുകളെ പറ്റിയും പറയുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഫോർ അവോയ്ഡിങ് ദിസ് സിറ്റുവേഷൻ, സോഷ്യൽ ഇൻറ്റിഗ്രേഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് ലിവിങ് കണ്ടീഷൻസ് ഓഫ് മൈഗ്രന്റ് വർക്കേഴ്സ് ഇസ് എ നെസസറി ഫാക്ട്. അതിനുശേഷം അതിൻ്റെ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനുള്ള റോളാണ് പറയുന്നത്. സിവിൽ സൊസൈറ്റി, മീഡിയ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ ഇംപ്രൂവിംഗ് അവയർനെസ് അമംഗ് മൈഗ്രന്റ് വർക്കേഴ്സ് ആൻഡ് ലോക്കൽസ്. കേരള മസ്റ്റ് അഡ്രസ് ദിസ് ചലഞ്ച് ഫോർ എ ബെറ്റർ സൊസൈറ്റി. ഒരു കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ പറയുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു, പക്ഷെ എങ്കിലും കുഴപ്പമില്ല. ഈ 2 പ്രസിംഗങ്ങൾ നോക്കിയപ്പോഴേക്കിന് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ ക്ലാരിറ്റി കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്നും കൂടെ പറയാം. മൈഗ്രന്റ് വർക്കേഴ്സ് കേരളത്തിലേക്ക് വരുന്നൊരു കാര്യം, അവരെന്തുകൊണ്ട് വരുന്നു, അത് ഒറ്റ സെൻറ്റൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അതിനുശേഷം ഇതിലുള്ളൊരു ചലഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇംപ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ, അത് കാരണം ഉണ്ടാകുന്ന സെക്യൂരിറ്റി റിസ്കുകൾ, അതുപോലെ തന്നെ അവരുടെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലിവിങ് കണ്ടീഷൻസ്, അതൊക്കെ ചലഞ്ചസ് ആണ്. ആ അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആ ഒരു ചലഞ്ചസ് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ്. എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ബിൽഡ് ചെയ്യാം. അതായത് ലിവിങ് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക, ലോക്കൽസ് ആയിട്ടുള്ള സോഷ്യൽ ഇൻറ്റിഗ്രേഷൻ കൂട്ടുക, ലേബർ ലെജിസ്ലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് പോയിന്റ്സുകളുണ്ട്. അത് നമ്മൾ ചുരുക്കി എഴുതുക. ഈ ഒരു പ്രസിയിൽ അവർ സ്ട്രെങ്തനിങ് ലേബർ ലോസിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല, അതും കൂടെ മെൻഷൻ ചെയ്യാവുന്ന. ആ പ്രസിയായിട്ട് ചുരുക്കി എഴുതും ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മെജോറിറ്റി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കറക്റ്റായിട്ടുള്ളൊരു സ്ട്രക്ചർ ഫോളോ ചെയ്യുക, ആ ഒരു വേർഡ് ലിമിറ്റ് പാലിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ പറയുന്ന ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു എബോവ് ആവറേജ് മാർക്ക് തീർച്ചയായിട്ടും നമുക്ക് കിട്ടാവുന്നതാണ്. ആൻസർ റൈറ്റിംഗ് ഡിസ്കഷൻ വീഡിയോയിലൂടെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഐഡിയ കൺവേ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. താങ്ക് യു.